ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ലെയറിലുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പിന്നെ മീഡിയ നമ്മൾ ആഡ് ചെയ്യേണ്ടത്, എഫക്റ്റ്, സ്റ്റിക്കേഴ്സ്, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ്, ഇതെല്ലാം നമ്മൾ മീഡിയയിൽ ആ ലെയർ എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ പഠിച്ചു. ഏറ്റവും മുകളിൽ മീഡിയ ബട്ടണിൽ നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്നതാണെന്ന് പഠിച്ചു. പിന്നെ ലെയറിൽ ഇത്രയും ഓപ്ഷൻസ് നമ്മൾ എഫക്ട്സുകൾ കൊടുക്കുന്നതും ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതും ലോഗോ കൊടുക്കുന്നതൊക്കെയാണ് പഠിച്ചത്. ഇനി നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പെർമിഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുത്താൽ നമുക്ക് വീഡിയോ ഇങ്ങനെ നീങ്ങുന്നത് കാണാം. നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്നുണ്ടോ അതൊക്കെ ആ ടെക്സ്റ്റ് ആ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ആദ്യം വീഡിയോ ചെയ്തിട്ട് പിന്നെ ഓഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നവർക്ക് ഈ ഒരു സംഭവം നടക്കും. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചതൊക്കെ ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സ്റ്റോപ്പ് ചെയ്തു, ശേഷം വീണ്ടും വന്നു. ഇതിവിടെയൊക്കെ റെക്കോർഡായിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതൊക്കെ ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല, അതവിടെ റെക്കോർഡാവും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെ, അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക്, വീഡിയോക്ക് ഓൾറെഡി മ്യൂസിക് ഉണ്ടാവുമല്ലോ, അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീഡിയോൻ്റെ അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ശേഷം മുകളിലായിട്ട് ഒരു സ്പീക്കറിൻ്റെ സിമ്പിൾ കാണാം, അതിലൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വോളിയം ഫുൾ 0 ആക്കിയിട്ട് ഫുൾ 0 ആക്കിയതിന് ശേഷം ടിക്ക് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആ വീഡിയോൻ്റെ മ്യൂസിക് ഉണ്ടാവില്ല, നമ്മൾ കൊടുത്ത വോയിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ നമുക്ക് നമ്മളെ വോയിസ് കൊടുക്കാൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, റെക്കോർഡ് ഓൾറെഡി പഠിച്ചു. പിന്നെ റെക്കോർഡിൽ തന്നെ നമുക്ക് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒഴിവാക്കാനുള്ളത് പഠിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് റൈറ്റ് സൈഡിൽ ഓഡിയോ എന്ന് പറഞ്ഞ ബട്ടണിലാണ്. ഈ ഓഡിയോ എന്ന് പറഞ്ഞ ബട്ടണ് നമ്മൾ SFX, അതായത് എഫക്റ്റ് കൊടുത്തിട്ടുള്ള സൗണ്ട്സൊക്കെ ഉണ്ടല്ലോ, അതിന് പറ്റും. പിന്നെ മ്യൂസിക് ആഡ് ചെയ്യാൻ നമ്മൾ മ്യൂസിക്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് മ്യൂസിക്, ഈ മ്യൂസിക് നമ്മൾ യൂട്യൂബിലേക്കൊക്കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഏതെങ്കിലും മ്യൂസിക്കുകൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ പെട്ടെന്ന് പണി കിട്ടും. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്തായാലും. അപ്പോൾ നമ്മൾ ഗെറ്റ് മ്യൂസിക് കൊടുക്കുക. ഇതിപ്പോൾ ഫ്രീ ആണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും സേഫായിട്ടുള്ള രീതി യൂട്യൂബിൽ നിന്ന് നമ്മൾ യൂട്യൂബിൻ്റെ മ്യൂസിക് ലൈബ്രറി ഉണ്ട്. നമുക്ക് മ്യൂസിക് മാത്രം, അതായത് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്യുന്ന മ്യൂസിക് ലൈബ്രറി ഉണ്ട്. അതൊന്ന് മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സേഫായിട്ട് വഴി. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ചിലത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക്കിൻ്റെ താഴത്തായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത ആളുകളെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ആൽബം ലേറ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കൈൻമാസ്റ്റർ മ്യൂസിക് കളക്ഷൻ. ഇത് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമ്മളെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ നമ്മൾ മെൻഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലാതിരിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ശ്രദ്ധിക്കുക. ഇതങ്ങനെ തന്നെ കോപ്പി ഇവിടുന്ന് ചെയ്തിട്ട് നമ്മൾ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും വെക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തു. നമുക്ക് ഏത് ടൈപ്പ് മ്യൂസിക് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ. ഇലക്ട്രോണിക്കോ ഹിപ്പ് ഹോപ്പോ ഹോളിഡേയോ ഏതാ വേണത്, ജാസ്, പോപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു 3.3 MB ഉള്ളൊരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് കുറച്ച് ഒരു വലിയ ഫയലായി പോയി തോന്നുന്നു ഡൗൺലോഡ് ചെയ്തത്. ഓക്കെ, നമ്മുടെ മ്യൂസിക് ഇവിടെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ശേഷം ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ കാണാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ മ്യൂസിക്. അവിടെ നിന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, അതാണ് നമ്മൾ മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ ഡൗൺലോഡ് ചെയ്ത മ്യൂസിക് ഇവിടേക്ക് ആഡ് ആയി വന്നത് കാണാം. ഇനി നമ്മൾ ഇവിടുന്ന് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഭയങ്കര വോളിയമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ വോളിയം കുറയ്ക്കണം. ആ മ്യൂസിക്കിൻ്റെ ആ ലൈനിലൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഫസ്റ്റിൽ ഒരു സ്പീക്കറിൻ്റെ സിമ്പിൾ നമ്മൾ നേരത്തെ കണ്ടുപിടുത്ത് കാണാൻ പറ്റും. അവിടുന്ന് വോളിയം
താഴത്തേക്ക് കുറച്ച് കൊണ്ടുവരാം. ചെറിയ ലൈറ്റ് മ്യൂസിക് മതി എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ശേഷം നമ്മൾ ടിക്ക് മാർക്ക് ഓൺ ചെയ്തു. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റായിട്ട് മ്യൂസിക് അവിടെ വർക്ക് ചെയ്യുന്നത് കാണാം. ശേഷം സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും മ്യൂസിക്കിൽ ടാപ്പ് ചെയ്തു. ഇനി നമ്മൾ ഈ മ്യൂസിക് ഏതുവരെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇത് വീഡിയോ അവസാനിക്കുന്നത് വരെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലൂപ്പിൽ സെലക്ട് ചെയ്തിട്ട് ലൂപ്പ് ടു എൻഡ് എന്നുള്ള ഓപ്ഷന് ഓണാക്കിയിട്ടാൽ മതി. അപ്പോൾ ഇത് മുഴുവൻ ഉണ്ടായതിനെക്കൊണ്ട് ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല കൂടുതൽ. പിന്നെ ഡക്കിങ് ചെയ്യാനുള്ളതുണ്ട്, ലൂപ്പ് ചെയ്യാനുള്ളതുണ്ട്. ലൂപ്പ് ഏതുവരെ അവസാനിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചുമാണ് അത് 3 ഉള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആ പ്ലേ ചെയ്യുന്ന സ്റ്റൈലുണ്ടല്ലോ, അത് നമുക്കിവിടെ ചേഞ്ച് ആക്കാൻ പറ്റും. നമ്മൾ നോർമൽ തന്നെ കൊടുത്തിട്ട് ടിക്ക് മാർക്ക് ഇട്ടു. വീണ്ടും ഒന്നുകൂടി നമ്മൾ ആ മ്യൂസിക്കിൽ ടാപ്പ് ചെയ്തു. ഇനി നമുക്കിതിനെ വോളിയം എൻവലപ്പ് ഇത് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇത് നമുക്ക് ഒരു ഡീഫോൾട്ടായിട്ടുള്ളത് തന്നിട്ടുണ്ട്, അതിൽ തന്നെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ കളിച്ചാൽ അത് എന്തെങ്കിലും വേരിയേഷൻ വരും, ഓട്ടോമാറ്റിക്കാണ് അതിൽ ഏറ്റവും നല്ലത്. പിന്നെ റിവേർബ് അടിക്കാനുള്ളതുണ്ട്, പിന്നെ വോയിസ് ചേഞ്ച് ആക്കാനുള്ളതുണ്ട്. പാടുന്ന ആളെ വോയിസ് ചേഞ്ച് ആക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ വോയിസ് നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത ആ വോയിസ് ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇതിലിനി മ്യൂസിക്കിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചെയ്യാനില്ല. നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യുക, അതിൻ്റെ വോളിയം കുറയ്ക്കുക, ഈ ഒരു സംഭവം മാത്രമേ ഇതിൽ മെയിനായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇത് ടിക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൈൻമാസ്റ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ എഡിറ്ററായി. ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇത് സേവ് ചെയ്യലാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളെ ലോഗോ വരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മളെ ലോഗോയിലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഈ യെല്ലോൻ്റെ അടിച്ച് ഒന്നുകൂടി വലിച്ചു കൊടുക്കുക. അപ്പോൾ ഡ്യൂറേഷൻ നമുക്ക് കാണിക്കും. ഓക്കെ, അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഒന്ന് പിടിച്ച് നമ്മൾ വലിച്ചിടുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ല, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ലോഗോ. നമ്മളെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട് ലൈറ്റായിട്ട്. സബ്സ്ക്രൈബ് ബട്ടൺ ഇവിടെ താഴത്തുണ്ട്. ഓക്കെ, ഇത് ഓക്കെയാണ്. നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മുകളിലേക്കുള്ളൊരു ആരോ കാണാം. അതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വീഡിയോ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് വരുന്നത്. അതിൽ 4Kയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോ വെർഷനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ 4K. പിന്നെ QHD ഒരു മീഡിയം, പിന്നെ അതിൻ്റെ താഴത്തേക്കുള്ളത് നമ്മൾ 720 ഓക്കെയാണ്. 720യിൽ മിനിമം ചെയ്താൽ മതി നമ്മൾ. അപ്പോൾ നമ്മളിവിടെ എക്സ്പോർട്ട് കൊടുക്കുന്നു. അതിൻ്റെ സൈസ് അബൌട്ട് സൈസ് കാണിക്കുന്നത് 36 MB ആണ് കാണിക്കുന്നത്. ഇനി 4Kയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറുന്നതായിരിക്കും, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ 720യിൽ ഹാപ്പിയാണ്, അതുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു. ശേഷം നമുക്ക് വീണ്ടും നമ്മളോട് പ്രീമിയം ചെയ്യണമെന്ന് ചോദിച്ചിട്ടുള്ള ആ ഒരു ബട്ടൺ സ്കിപ്പ് ചെയ്യാൻ പോവാണ്. ശേഷം നമുക്ക് ഇങ്ങനൊരു എക്സ്പോർട്ട് ആവുന്ന ഒരിത് കാണാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും ചിലപ്പോൾ എന്നെക്കാട്ട് എക്സ്പേർട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിൽ. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊന്നും അറിയാത്തവർക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും ഈ 3 പാർട്ടുകൾ 1, 2, 3 ആയിട്ട് ചെയ്തത്. അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് വിടുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ ഈ ചാനലിൽ കൂടി വരുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ. നമുക്ക് എന്തായാലും ഈ വീഡിയോ എക്സ്പോർട്ടായിട്ട് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്തിട്ട് നിർത്താം. കഴിഞ്ഞിട്ടുണ്ട്, എക്സ്പോർട്ട് ആയിട്ടുണ്ട്, വീഡിയോ സേവ് ആയിട്ടുണ്ട്. നമ്മൾ റിമൈൻഡർ മീ ലേറ്റർ ഇവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലേ ബട്ടണിൽ ടാപ്പ് ചെയ്തു. ഓക്കെ, നമുക്ക് മുകളിൽ അവരെ വാട്ടർമാർക്ക് കൈൻമാസ്റ്റർ എന്നുള്ളത് കാണാമെന്നുള്ളൂ. അത് നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്
പർച്ചേസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ മോഡ് വെർഷനോ ക്രാക്ക് വെർഷനോ ഒക്കെ നമ്മൾ ചെയ്യണം. ഒരിക്കലും ഞാൻ മോഡ് വെർഷനും ക്രാക്ക് വെർഷനും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം അത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഇതുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ബാക്ക് വന്നു, നമ്മളെ വീഡിയോ ട്യൂട്ടോറിയൽ കൈൻമാസ്റ്ററിൻ്റെത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കാര്യമായിട്ട് വരുന്നവരെ ബൈ ബൈ.